വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ച് അർത്തുങ്കൽ ബസലിക്കയിൽ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. 1829 നവംബർ 29 അർത്തുങ്കൽ ബസലിക്കയിൽ വെച്ച് ചാവറയച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചത്. വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ച് അർത്തുങ്കൽ ബസലിക്കയിൽ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. CMA വികാരി ജനറൽ ജോസി താമരശ്ശേരി CMAയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന സംഘടിപ്പിച്ചു. CMI ജനറൽ കൗൺസിലേഴ്സ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മൂവാറ്റുപുഴ CMA കാർമൽ പ്രൊവിൻസ് വികാരി ജനറൽ ഫാദർ റോയി കണ്ണഞ്ചിറ സന്ദേശം നൽകി. ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ, അർത്തുങ്കൽ ബസലിക്ക ഡയറക്ടർ റവറൻ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുനാളിന് കാരണഭൂതനാകുന്ന ചാവറയച്ചൻ്റെ പൗരോഹിത്യ സ്വീകരണം നടന്നത് ഈ 1581 സ്ഥാപിതമായ വിശുദ്ധ അന്ത്രയോസ് ലീഹായുടെ പള്ളിയിൽ വെച്ചാണ്. 29/11/1829 ഈ ഡേറ്റിൻ്റെ ഒരു മാസ്മരികത പോലെ ഇവിടെ വെച്ച് ചാവറ അച്ഛൻ പൗരോഹിത്യം സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനുവരി തിരുനാളിൻ്റെ ഭാഗമായി ഒരു അനുസ്മരണമായി വെച്ചിരുന്ന ചാവറ ദിനം, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വിശുദ്ധനായി മാറിയതിന് ശേഷം ഓർഡിനേഷൻ ഡേയെ ഞങ്ങളിവിടെ തിരുനാൾ ദിവസമായി ആചരിക്കുകയാണ്. അതുകൊണ്ട് 1929 നവംബർ 29 വിശുദ്ധ ചാവറയച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചത് അർത്തുങ്കൽ പള്ളിയിൽ വെച്ചാണ്. വൈദിക പട്ടം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും വൈദിക ശ്രേഷ്ഠരും പങ്കെടുക്കുന്നു. ദൈവവചനം പാലിക്കുന്നവരാണ് അനുഗ്രഹീതരെന്ന് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പറഞ്ഞു. ദൈവവചനത്തിൽ ജീവിച്ച് സമൂഹത്തിന് മാതൃകയായ ആളാണ് ചാവറയച്ചൻ. വാഗ്ദാന സഫലീകരണം ദൈവസന്നിധിയിലാണ് ലഭിക്കുന്നത്. ജീവിത വിശുദ്ധിയാണ് ഇതിന് ആവശ്യമെന്നും ബിഷപ്പ് പറഞ്ഞു.